ഗൈസ്, അങ്ങനെ ഒരു ആത്മഹത്യാ നാടകത്തിന്റെ ഒരു വിവരണമാണ് തരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്നലെ അത് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇതിനകത്താണ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ പിന്നീട് ഞാൻ പോയി നോക്കുമ്പോൾ ചേടാ, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത ഒരു നല്ല വമ്പൻ ആത്മഹത്യാ നാടകം. ആദ്യം തന്നെ പറയാം, തലേന്ന് നമ്മളൊരു വീഡിയോ ഇടുന്നു, അതിനകത്ത് അച്ഛനെ അമ്മയും മുത്തിക്കും മുത്തപ്പനെയും ഒക്കെ പറയണു, എൻ്റെ കൊച്ചിൻ്റെ ഡിപ്രഷൻ എന്ന് വരെ പറയണു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവസാന മാർഗേന ഒരൊറ്റ കാര്യം, എടി ഇനി നിർത്തിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യാ നാടകം കളിക്കുമെന്ന്. അല്ല, നാടകമൊന്നും പറഞ്ഞില്ല, ആത്മഹത്യ കളിക്കും. എന്നിട്ട് നീ നിർത്തിയില്ലെങ്കിൽ ഞാൻ വീണ്ടും ആത്മഹത്യ ചെയ്യും എന്നാണ്. എന്നിട്ട് പിന്നെ കൈ മുറിക്കുന്നു. നമ്മളൊക്കെ ഒരു പ്രശ്നം വന്നിങ്ങനെ കൈയൊക്കെ മുറിച്ച ഫോട്ടോയൊക്കെ എടുക്കാനുള്ള സമയം കിട്ടും. ഇത് കൈ മുറിച്ച ഫോട്ടോ. അപ്പൊ വെറും മുറിച്ച ഫോട്ടോ കാണിച്ചാൽ ശരിയാവത്തില്ല. മുറിച്ചതൊന്നും നമ്മൾ കണ്ടില്ല, പക്ഷെ ഇതിനകത്ത് തന്നെ രക്തം വാർന്നൊഴുകുന്ന ഫോട്ടോ. പെയിന്റ് അടിക്കാരി ആയതുകൊണ്ട് പെയിന്റ് കുപ്പി അവിടെ കിട്ടി കാണും, അതായിരിക്കും എടുത്ത് വെച്ചത്. എന്തായാലും കുഴപ്പമില്ല, അതും എടുത്തതൊക്കെ ரொம்ப റിയലിസ്റ്റിക് ആയിരുന്നു. റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ബ്ലഡിനോടനുബന്ധിച്ച് കൈ കീറിയത് ഒക്കെ ചെയ്യുന്നു. എന്നിട്ട് അതങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു കാര്യമുണ്ട്, ഒരാള് ആത്മഹത്യ ചെയ്യുമ്പോൾ അയാൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യും. ചിലർ ചെയ്യും, ഞാൻ മരിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൂടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് അറിയിക്കുന്നത്, ഇതിന് മുമ്പ് ഈ നാടകം കളിച്ചിട്ടുണ്ട്. നിന്നെ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലുകാർക്കെതിരെ കേസെടുക്കണം. ചുമ്മാ ചാവാണെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അവിടെ പിടിച്ചിട്ട് കിടത്തി ഇങ്ങനെ ഒരു നാടകത്തിന് എനിക്ക് കൂട്ടു നിൽക്കുന്ന ആ അലവലാതി ഹോസ്പിറ്റലിനെയും ആ ഡാക്ടറെയും പിടിച്ച് രണ്ട് പൊട്ടിക്കണം. അതാണ് വേണ്ടത്. ഞാൻ അവിടെ വരെ വന്നത് തന്നെയായിരുന്നു. ആ ഡാക്ടർക്ക് എന്തിൻ്റെ കുത്തിക്കഴപ്പാണ് നിന്നെ പോലെ ഒരെണ്ണം വന്ന് ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു ഡൗട്ടാണ്. ഞാൻ അത് പോട്ട്. അടുത്ത എന്തായിരുന്നു, വീണ്ടും ഒരു പോസ്റ്റാണ് വരുന്നത്. പോസ്റ്റിനകത്ത് ആശുപത്രിയിൽ പോയി മെഡിസിൻ എടുത്തു എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഞാൻ ആത്മഹത്യ ചെയ്തതിന്റെ തെളിവ് കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ എടുത്ത് കാണിക്കുന്നു. ദിസ് ഈസ് ദ പ്രിസ്ക്രിപ്ഷൻ. ഇവിടെ ഇങ്ങനെ ഇന്ന മണിയിൽ ഇന്ന സമയത്ത് ഞാൻ പോയി, ഞാൻ നുണ പറയണല്ല, സത്യമായിട്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നു. ഞങ്ങളാരും പറഞ്ഞില്ല കള്ളമാണെന്ന്. നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം എടുത്ത് ഇങ്ങനെ വെച്ച് കാണിക്കുകയാണ്. ഞാൻ ശരിക്കും ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ആട്ടെ, എന്തിനാ ഇപ്പൊ അത് ലസീത പാലക്കൽ എന്നെ ചീച്ചിയാക്കി. അല്ല, നീ അപ്പൊ പറഞ്ഞതാ, അതെനിക്ക് ഓർമ്മയില്ല. അക്കാര്യം എനിക്ക് ഓർമ്മയില്ല. എന്നെ പ്രിയയും ഷെഫീനയും പറഞ്ഞു, അയ്യോ ഷെഫീന ഇങ്ങനെ നിന്റെ അടുത്ത് കിടന്ന് കോട്ടി പിടിക്കാൻ തന്നെ, എടി തള്ളച്ചി, എടി തെറിച്ചി, എടി പറയടി എന്ന് നീ എന്നെ പറഞ്ഞില്ലേ. നീ തെറിച്ചി എന്ന് പറഞ്ഞോണ്ട് ആരാ പറഞ്ഞ? പിന്നെ എന്നെ അല്ല, നിന്റെ ഉമ്മച്ചിയായിരുന്നു. ഏതായാലും ആരെയായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയുമ്പം എടി ഒരു 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 വിഷയമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവത്തില്ലേ. ഇപ്പോൾ നമ്മളെ 10 പറയുമ്പോൾ നമ്മൾ 10 തിരിച്ച് പറയത്തില്ലേ. നീ കേൾക്കാൻ താല്പര്യമില്ല, കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്ത് വാഴക്കൊക്കെയാണ് ഞൊണ്ണേ അതുകൊണ്ട് ഇറങ്ങണത്? ഉണ്ടായിരുന്നൂടെ ഒരു തരം വല്ലാത്ത സാധനം. പിന്നെ ഭയങ്കര വേദനയോട് കൂടി പിള്ളേരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ മക്കളെ പറഞ്ഞപ്പോൾ നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നോ? ഇപ്പം എനിക്ക് 2 കുട്ടികൾ, 2 ആൺമക്കളാണ്. അതിൽ ഇളയ മകൻ്റെ സ്കൂളിലെ മിക്കവാറും ആൾക്കാരൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അവരെപ്പോഴും ഈഗർലി കാണുന്ന ഒരു ചാനലാണ്. അങ്ങനെ ഉള്ളിടത്താണ് ഈ ഒരു സാധനം കൊണ്ട് നീ ചാടിയത്. അതും #, വെച്ച് ഷെഫീന ബീവി എന്ന്. മിക്കവാറും ഉള്ളൊരു ഈ സബ്സ്ക്രിപ്ഷൻ ഒന്നും ചെയ്യാത്തവർ ഷെഫീന ബീവി എന്ന് സെർച്ച് ചെയ്തവർ ഈ സെർച്ച് അടിക്കുമ്പോഴത്തേക്ക് നിന്റെ വീഡിയോ ചാടിക്കൊണ്ടുവരിക. അതിനകത്ത് നീ പറയണ് എൻ്റെ 15 വയസ്സുള്ള കൊച്ച് നിനക്ക് പ്രേമലേഖനം അയച്ചത്. ഞാൻ തെളിവ് താന്ന് പറഞ്ഞപ്പോൾ അത് നിന്റെ ഉണ്ടം വരിക, നിന്റെ അതില്ല. അപ്പൊ എന്റെ കുട്ടിക്ക് ഫീലിംഗ് ഇല്ലേ? അതെന്താടി എന്റെ കുട്ടിക്ക് ജീവിക്കണ്ടേ? നിന്റെ കുട്ടിക്ക് മാത്രം ജീവിച്ചാൽ മതിയാ? അതും നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ തന്നെ പലയിടങ്ങളിലും മുഖം മറച്ചു വെച്ചുകൊണ്ടാണ് ആ കൊച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് അവർ പാട്ട് കാണിച്ചില്ലേ? അതിനകത്തുലും ചെറുക്കൻ്റെ മുഖം മറച്ചു വെക്കേണ്ട ഗതികേടില്ല നീ ഉള്ളത്. സ്വയം ചിന്തിക്കണം. ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കി പറയണം, എന്തിനാണ് എൻ്റെ മക്കൾ പോലും മുഖം മറക്കേണ്ടി വരുന്നത്? നിന്റെ മകൾ എന്തോ ഒരു പേപ്പറോ ബുക്കോ എന്തരം ഒരെണ്ണം എടുത്തുകൊണ്ട് തരാൻ സമയത്ത് നീ അവളെ വളരെ ക്രൂരമായിട്ട് നോക്കിടുന്നത് ഞാൻ കണ്ടിരുന്നു. ക്യാമറയിൽ വരരുതെന്ന്. കുട്ടികൾക്ക് ക്യാമറയിൽ വരാൻ പറ്റാത്ത രീതിയിൽ നീ എന്തോ ചെയ്തിട്ടല്ലേ? പിന്നെ 18 ഇത് വാർത്താ ഏജൻസികളൊക്കെ പറഞ്ഞതല്ലേ? ഇത് കൊണ്ടുവരൂ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ FIRകളൊക്കെ വിവരാവകാശം വെച്ച് ഞങ്ങൾ ഡീറ്റെയിൽ എടുത്തുകൊണ്ട് വന്നാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. എന്തിനാണ് ഈ ചൊറിഞ്ഞ പരിപാടിക്ക് നിൽക്കുന്നത്? കാലം പഴയ കാലമല്ലെന്ന് ഓർക്കണ്ടായോ? കൃഷ്ണനെ വരകിന് ഈ അന്ന് എന്തോ ഞാൻ കണ്ണനെ എന്തോ കളിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്ക്രൂ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. നീ ബാക്കിയുള്ളൊരു പൊട്ടരെന്നാ വിചാരിക്കുന്നത്? പൊതുസമൂഹം പൊട്ടൻ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് തുള്ളി കളിക്കുകയാണ് മദാമ. കൂടെ ഒരു നല്ല ഒരു ഗുണ്ടയെ കൈ വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ളതെല്ലാം കീഴടക്കി എന്നൊരു ഭാവമാണ് പെണ്ണിന്. അങ്ങനത്തെ ഒരു പെണ്ണ്
അവൻ പറയുന്ന അത്രയും ഒഫൻസീവ് ആയിട്ടുള്ള വൃത്തികെട്ട സംഗതിക്ക് താൻ ഉൾപ്പെടെ ജയിലിൽ പോകുന്നു, തൻ്റെ ചാനൽ പൂട്ടി പോകുന്നുള്ള സാമാന്യ ബോധം ഇല്ല നിനക്ക്? അത് കൃത്യമായ രീതിയിൽ വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിയും കൊണ്ട് യൂട്യൂബിനൊരു കത്ത് എഴുതിയ മോളെ അണ്ണാക്കി പിരിവെട്ടി പോകുന്നീ. എന്ന് വെച്ചാൽ തുടരെ അത്രത്തോളം വൃത്തികേടുകളാണ് നീ നാട്ടുകാരെ പറ്റി പറഞ്ഞിട്ടുള്ളത് അവൻ്റെ ഒപ്പം ഇരുന്നുകൊണ്ട്. അവനതൊരു വലിയ വിശേഷമൊന്നുമല്ല, അവനതൊരു വലിയ കാര്യമല്ല. അവൻ്റെ കൂടെ അവൻ്റെ തലയ്ക്കകത്തോട്ട് കുത്തി കയറി എന്തൊക്കെ ഡയലോഗ്സ് ആയിരുന്നു, പച്ചത്തെറിയവൻ വിളിക്കുമ്പോൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നല്ലോ. അവൻ്റെ ഗസ്റ്ററും ഉണ്ടായിരുന്നു. ഇനി നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, ഞാൻ FIR ഇടാനായിട്ട് നിർബന്ധിക്കുമ്പോൾ ഈ രീതിയിൽ പേര് പറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നീ # ഷെബീന ബീവി എന്നിട്ടത് എനിക്ക് ഉപകാരപ്രദമായി. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഗസ്റ്റർ ഉണ്ടല്ലോ, അതിനകത്ത് വേറെ കണ്ണും പൂട്ടി എടുത്തേക്കാനാണ് പറഞ്ഞത് SP സാർ. അമ്മാതിരി ഉണ്ട് നിനക്ക് അവൻ കാണിച്ച പോക്കൃത്തരം. ഒരു പെൺകുട്ടിയുണ്ട്, നീ ഒരു സ്ത്രീയാണ്, മറ്റൊരു സ്ത്രീ ആ രീതിയിൽ ഒരു പുരുഷൻ ഇരുന്ന് അവഹേളിക്കുമ്പോൾ അതിന് കൈയടിച്ചു കൊടുക്കുമ്പോൾ നാളെ അവൻ നീയുമായിട്ട് ചെറുതായി തെറ്റിയാൽ പോലും നിന്നെ ഇതിനേക്കാൾ വൾഗറായി പറയുന്നത് സ്വയചിന്ത വേണ്ടായോ? എന്ത് വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ് കാണിച്ചത് മുഴുക്ക തൊട്ടിത്തര, എന്നിട്ട് കുറ്റം മുഴുക്ക നാട്ടുകാർക്ക്. എന്നെ എല്ലാവരും കൂടെ കൊല്ലാൻ നോക്കണമെന്ന്. എന്തായാലും റെക്കോർഡ്, സത്യത്തിൽ നിനക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പേര് വേണം. സ്വന്തം ആത്മഹത്യ എങ്ങനെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നും അതിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് എഴുതുക, അതങ്ങോട്ട് ഫോളോ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു കൊണ്ടുവന്ന് നാളുകളെ നെറ്റിക്ക് അങ്ങോട്ട് അടിച്ച് തരാനുള്ള നിൻ്റെ ആ കൃത്യനിഷ്ഠയുണ്ടല്ലോ, അത് കൃത്യമാണ്. കൈ മുറിച്ചിങ്ങനെ പളന്ന് കിടക്കുമ്പോഴത്തേക്കും അത് ഫോട്ടോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരിത്. നിന്നെയൊക്കെ ചൈൽഡ് ലൈൻ വെറുതെ വിട്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിന്റെ കൂടെ നിന്റെ ഭർത്താവ് അടുത്തില്ല, ആ കോന്താൻ ഇല്ലാത്തടത്ത് നിന്റെ കുട്ടികൾ നിന്റെ ഒപ്പമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് സേഫ്റ്റിയാണ് ഈ സർക്കാർ പ്രോമിസ് ചെയ്യുന്നത്? ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാത്ത, പലപ്പോഴായി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു തലയ്ക്ക് ബോധമില്ലാത്ത ഒരു സ്ത്രീക്കൊപ്പം കുട്ടികൾ സേഫാണോ? ഇനി ഇതെല്ലാം പോട്ട് കത്തിക്കുമെന്നൊക്കെയാണ് പറയണത്. കൊച്ചുങ്ങളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നാണ് പറയണത്. ഇവളെ വിശ്വസിച്ച് നീ അരുണിനെ കത്തിയിരടി, എളുപ്പമതല്ലേ? ആ വായി നോക്കിയാൽ കത്തിയിരി. നാട്ടിനും വീട്ടിനും ഉപദ്രവമായ ആ വായി നോക്കി നീ പിടിച്ച് കത്തിക്കുകയാണെങ്കിൽ അതാണ് സൂപ്പർ. അതിന് പകരം കൊച്ചുങ്ങളെ കത്തിക്കുമെന്ന്, എന്നിട്ട് ഒരു ആക്ഷൻ ഇല്ല. അവിടെ നിന്നുകൊണ്ട് വീണ്ടും പറയണം, ഞാൻ ലസീത പാലക്കലിനെ എന്തരാ ചെയ്യും, ഞാൻ പ്രിയെ എന്തരാ ചെയ്യും, എനിക്ക് ഷെഫീനെ കൊണ്ട് ജീവിക്കാൻ നിവർത്തിയില്ലെന്ന്. അപ്പം ഞാനും നിന്നെയൊക്കെ പോലെ ഒന്നിനു മുമ്പേ എടുത്തോ പിടിച്ചോ ഒന്ന് സൂയിസൈഡിന് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരു 50,000 വട്ടം സൂയിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നീയൊക്കെ പറഞ്ഞായി. എന്നിട്ട് നമ്മൾ എന്താണ് മൗനമായിട്ട് നിൽക്കുന്നത്? ഇതിലൊന്നും ഒരു വാസ്തവുമില്ല, ഒരു രീതിയിലും നമ്മളെ ബാധിക്കുകയില്ല. ഇത് എന്താ പ്രശ്നം എന്നറിയാമോ? തറക്കല്ലിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പാവം ഞാനൊന്നും പറയത്തില്ല. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഞാനൊരു അന്തത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അമ്മോ എമ്മാതിരി അന്തോന്നറിയാമോ? ഈ ചിലർക്കങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വഴിഞ്ഞൊഴുകുക. ആരെങ്കിലും കരയുകയോ പ്രാരാബ്ദം പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരോട് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താൽ നിങ്ങളെ ചതിക്കുകയാണ് പറ്റിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകത്തില്ല. അവരതിനകത്ത് അഡമൻ്റായിട്ട് നിൽക്കുകയോ അവർ പാവമാണെന്ന്. അങ്ങനെ ഉള്ളവരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ പറ്റിക്കപ്പെടുന്ന കുറേ എണ്ണം ഉണ്ട്. അവരെ കയ്യിൽ നിന്ന് പൈസ അടിച്ച് മാറ്റാമെന്ന് ഈസി ആയിട്ട് ഇവൾ അങ്ങോട്ട് വിചാരിച്ചു. ആ നാട്ടിലൊരു ചെല്ലുണ്ട്, എന്താന്ന് പറഞ്ഞാൽ ഇവളുടെ പടം വാങ്ങിച്ച് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകും, കുട്ടി ഉണ്ടാകും എന്നൊക്കെ. പണ്ട് കാലഘട്ടങ്ങളിൽ നിന്ന് നമ്മൾ പറയുമല്ലേ, ഈ അഭിസാരികകൾ എതിരെ വന്നാൽ അവരെ കണ്ടുകൊണ്ട് ഒരു വഴിക്ക് പോയാൽ നന്നാവുന്നു. ആ മോഡലെങ്ങാനും ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ചിന്താധാരയായിരിക്കും. എന്തൊരു വാഴയാണെന്നോ, ആളുകൾക്ക് അന്ധവിശ്വാസം കയറിയ എന്ത് വട്ടാണെന്ന് ആർക്കറിയാം. ഏതായാലും അങ്ങനെയൊക്കെ വിചാരിപ്പിച്ചാണ് ഒരു പടത്തിന് 75,000 രൂപ. എന്നിട്ട് അഹങ്കാരത്തിന്റെ ഉച്ചഘട്ടം കണ്ടോണേ 18 കേസും കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ 7 പവന്റെ മാല കൊടുക്കാം. ഇതൊക്കെ നല്ലതായിരുന്നോ? ഇതൊക്കെ നല്ല ടൈമായിരുന്നു? എന്താണ് സംസാരിക്കുന്നതെന്ന് കോമൺ സെൻസ് വേണ്ട? നമ്മൾ തനിച്ചാണ്, നമ്മൾ മാത്രമാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ എങ്ങനെ വേണോ ജീവിക്കാം, അതിനകത്തൊന്നും ഒരു വിഷമമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കേണ്ട അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവൾ ഒരിക്കലും ഒരു നല്ല അമ്മയല്ല. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ സ്വയം തന്നെ അങ്ങ് പുകഴ്ത്തുകയാണ്. നിന്റെ മകൻ എന്നെ നോക്കി വെള്ളം ഇറക്കി, നിന്റെ മകൻ എനിക്ക് മെസ്സേജ് അയച്ചു. ഉള്ള കാര്യമാണെങ്കിലും വേണ്ടിയില്ല, അതൊരു പ്രത്യേകതര സുഖം. അതിനകത്ത് തന്നെ ഉണ്ട് നീ വലിയൊരു ഹണി ട്രാപ്പുകാരിയാണെന്ന്. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തതിന് നീ തെളിവ് കൊണ്ടുവയ്ക്കും. ഞാൻ കൊടുത്ത കേസിന് നീ മറുപടി പറയടി. നീ ജാമ്യം എടുത്താ? അല്ലെങ്കിൽ നീ പോയി ജാമ്യം എടുക്കും. കൊച്ചു കൊണ്ടുവന്ന് കൊടുത്ത സാധനം പേപ്പറായിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. ഈ വിവരം ഒന്ന് പറയാനാണ് ഞാൻ വന്നത്. ആദ്യം ഞാൻ കൊടുത്ത കേസായിരുന്നു, എന്നെ ഒരുപാട് തെറി വിളിച്ചിട്ട് മോശം പറഞ്ഞിട്ട്. രണ്ടാമത് ഞങ്ങൾ ചൈൽഡ് ലൈനിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇളയ വാവയെ പറ്റി പറഞ്ഞിട്ടത് അത് അവൾ തിരുത്തി പെട്ടെന്ന് തന്നെ. അവിടുന്ന് ഫോൺ വിളിച്ചോണ്ട് അവൾ തിരുത്തി.
ഇനി ഉള്ളത് മൂത്ത മകനാണ്. കാരണം അവൻ്റെ പ്രസ്റ്റീജിനെ ബാധിക്കുന്ന ഒരു കേസാണ്. അവനെന്തോ ഇവക്ക് എന്തോരാ മെസ്സേജ് അയച്ചത്, അവളത് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ആ കേസ് എടുത്തോളാനും പറഞ്ഞിട്ടുണ്ട്. SP എഴുതി കൊടുത്തിട്ടുണ്ട് മകൻ്റെ പരാതിയിന്മേൽ. ആ കേസ് എന്തായാലും എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വരും ദിവസങ്ങളിൽ അതിൻ്റെ FIRൻ്റെ പേപ്പർ കിട്ടാതെ ഞാൻ ഇൻഫർമേഷൻ തരാം. എന്നാലും ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റഡ് ആയിട്ടാണ് ഞാൻ അവിടെ തങ്ങി നിന്നത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഭാവിയുള്ളതാണ്. അനാവശ്യമായ ഇപ്പം എൻ്റെ ഒരു അറിവിൽ ഇവളുടെ ഈ ഹണി ട്രാപ്പ് കേസുകളൊക്കെ തന്നെ ഞാൻ എടുത്തു വെച്ച് നോക്കിയാൽ അതിൽ മെജോറിറ്റി ആൾക്കാരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തതിലൊക്കെ ബാധിക്കപ്പെട്ട മനുഷ്യരാണ്. എത്ര ആൺകുട്ടികളുടെ ലൈഫാണ് നശിപ്പിച്ചതെന്ന് അറിയാമോ? നിസ്സാരമായിട്ട് അങ്ങോട്ട് പറയണം എന്നെ റേപ്പ് ചെയ്തു എന്ന്, ഒരു ചളിപ്പും ഇല്ലാണ്ട് പറയണതാണ് ഞാൻ പീഡിപ്പിക്കപ്പെട്ടു. അതിനകത്ത് എന്താണ് ഒരു പ്രിവിലേജ് എന്ന് മനസ്സിലാകുന്നില്ല. ഇത്തരത്തിൽ വൾഗറായി സ്വന്തം വ്യക്തിത്വത്തെ അപമാനിക്കുന്ന ഒരു സ്ത്രീ ഇതിൻ്റെ അപ്പുറവും കാണിക്കും. ഏതായാലും വമ്പൻ ഫ്ലോപ്പായിരുന്നു നിന്റെ നാടകം എന്നുള്ളത് തെളിവാണ്. നീ ഇതിൻ്റെ പുറത്ത് എന്ത് വാഴയ്ക്ക ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും ഒന്നുമില്ല. എങ്ങോട്ടെങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഞങ്ങളും ഈ രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ തടയിടുന്ന ഏത് വിഷജന്തുക്കളാണെങ്കിലും അവർക്കെതിരെ നിൽക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് എൻ്റെ മക്കളുടെ അവകാശമാണത്. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ 2 ആൺമക്കളായി പോയി എന്നതുകൊണ്ട് മാത്രം പലരും പറയുന്നത് കേട്ടുണ്ട്. എനിക്കൊരു വക്കീലുണ്ടായിരുന്നു, ആ സ്ത്രീ പറയുന്നൊരു കാര്യം, അത് പെൺമക്കളെ പറയണക്കല്ല ആമക്കളെ പറഞ്ഞാൽ ഒന്നുമില്ല എന്ന്. അത് അവൾക്ക് പെൺമക്കളില്ലാത്ത ആമക്കളില്ലാത്തതുകൊണ്ടായിരിക്കും. അത് നല്ലപോലെ നല്ലപോലെ ഒന്നും കൂടെ ശ്രമിച്ചാൽ ഇനി വയസ്സുകാലത്ത് ഒന്നും കൂടെയൊക്കെ പെറാം. ആ മക്കള് ആൺമക്കളോ പെൺമക്കളോ ആവട്ടെ, കുഞ്ഞുങ്ങൾ തന്നെയാണ്. അതുങ്ങളെ പറ്റി പടുമോശം പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തിനാ പറയുന്നത്? അവരെന്ത് ചെയ്ത്? ആശയപരമായ സംസാരങ്ങൾ ഉണ്ടാവണം എന്ന് പലരും പറയുന്നുണ്ട്. എന്താണ് ആശയം? ഇവളുമാരടുത്തൊക്കെ എന്ത് ആശയം? ഇവക്കൊക്കെ ആമാശയത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രാമ കാണിക്കുന്നത്. അത്തരക്കാരടുത്ത് എന്ത് ആശയം പറയാനാണ് നിങ്ങൾ പറയുന്നത്? ഇവള് ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവളുടെ കുട്ടികളെ പോലും മുഖം കാണിക്കാൻ പറ്റാത്ത തരം വൃത്തികേടുകൾ അവൾ അവിടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ലൈഫ് സ്റ്റൈൽ വ്ലോഗിങ്? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇതേപോലെ കുറെ നാടകങ്ങൾ കാണിക്കുക. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം കൊണ്ടല്ലേ ആത്മഹത്യ നാടകം. ഇപ്പോൾ കുറെ ചാനലുകൾ ഓടി അങ്ങോട്ട് ചെല്ലും. അതിൻ്റെ മെയിനായിട്ട് ന്യൂസ് 18 ആള് ഉണ്ട്. പിന്നെ നമ്മൾ വിളിച്ച് നമ്മുടെ ഭാഗം കേൾക്കണമെന്ന് പറഞ്ഞ ഉടനെ അക്കാര്യം വിളിച്ച് അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. കുറെ പോലീസുകാരുണ്ടാവും, സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. ഈ അപ്പുറത്തെ ഭാഗത്തുള്ളവരെയും കൂടെ കേൾക്കണം. ഒരു പെൺകുട്ടി 3 സ്ത്രീകളെ നിരന്തരം അവഹേളിക്കുകയാണ് ഭയങ്കരമായിട്ട്. അവരുടെ കുഞ്ഞുങ്ങളെ, ഭർത്താവിനെ, അവരുടെ കുടുംബത്തിനെ, എൻ്റെ ഉമ്മച്ചീനെ ഒക്കെ പറയുന്നുണ്ട്. ഇതിനെതിരെ ഞങ്ങൾ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു, FIR ഇട്ടിട്ട് പോലും ആ സ്ത്രീ അത് സ്റ്റോപ്പ് ചെയ്യാതെ മരിക്കാൻ പോകുന്നതിന് മുമ്പും ഇത് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നിട്ട് പറയണത് നമ്മൾ കാരണമാണ് അവൾ മരിച്ചത്. അവൾ കാരണം ഞങ്ങൾ 3 പേരും ജീവനൊടുക്കിയാൽ എങ്ങനെ ഉണ്ടാവും? എന്ത് വേദനയുള്ള ഒരു കാര്യമാണ് കുഞ്ഞുണ്ടാകുന്നില്ല എന്നുള്ളത്. ആ സ്ത്രീയെ മച്ചി എന്നല്ല ഈ പെണ്ണ് വിളിച്ചിട്ടുണ്ടോ? എന്തെല്ലാം വൃത്തികേടുകളാണ് പറയുന്നത്. സഹിക്കാൻ പറ്റുന്ന തെറികളാണോ പറയുന്നത്? അപ്പോൾ ഇത് തിരിച്ചും ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ചത്തില്ലടി, ഒന്നും കൂടെ ട്രൈ ചെല്ലു.